4 അടി പൊക്കമുള്ളൂ 3 അടി പൊക്കമുള്ളൂ പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് കാണിച്ചത്. ഇത്രയും ഹൈറ്റിൽ നല്ല സൈസ് നല്ല ബ്രീഡിൽപ്പെട്ട പശു അല്ലേ? നമ്മളുടെ കയ്യിൽ വീട്ടിൽ വിറ്റ് പോവാത്തതിനെയാണ് നമ്മൾ അധികം ചന്തയ്ക്ക് കയറ്റുന്നത് അല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ കച്ചവട ഫാം, അതായത് നമ്മുടെ കൃഷ്ണഗിരി പശുക്കളുടെ അല്ലേ, നമ്മുടെ ശ്രീവിനായക ഫാം, നമ്മുടെ മലപ്പുറം ജില്ല വളാഞ്ചേരി. ഒരേ സമയത്ത് 50-ലധികം പശുക്കൾ, കൃഷ്ണഗിരി പശുക്കളെ കൊണ്ടുവന്നിട്ട് കർഷകരിലോട്ട് എത്തിക്കുന്ന ഫാം, അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ല ഇതിനെക്കാളും 10-100 ഒക്കെ ഉള്ളതുണ്ട്, അതെല്ലാം കറവ ഫാം ആണ്. ഓക്കെ, നമുക്ക് ഇപ്പൊ നിലവിൽ എത്ര ഏറ്റവും വലിയ കച്ചവട ഫാം? ഏറ്റവും വലിയ നമ്മുടെ തന്നെയാണ് ശ്രീവിനായക ഫാം. 4 ബ്രാഞ്ചുകളുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഇപ്പൊ എത്ര പശുക്കളുണ്ട് നിലവിൽ? ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു 60-70 എണ്ണം ഉണ്ടായിരുന്നു. ഇന്നലത്തെ കച്ചവടമൊക്കെ ഇപ്പൊ ഒരു ഏകദേശം ഒരു 10-50 എണ്ണം ഉണ്ട്. 50 എണ്ണം ഉണ്ട്. അത് എത്രാമത്തെ കറവൊക്കെ ഉള്ളതാണ്? എല്ലാം കൂടുതലും ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് ലാക്ടേഷൻ ആണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ മാത്രമേ ഉള്ളൂ. ഇവിടെ തന്നെ നിങ്ങൾ നോക്കണം, ഞാൻ ഈ പശുവിനെ എടുത്താണ് കേട്ടോ. ഇവിടെ ഉള്ള എല്ലാം നോക്കണം. ഈ ഒരു പശുവിന്റെ ഹൈറ്റ് ഉണ്ടോ? 6 അടിയാണ്. ഇത് 4 അടി മുകളിൽ എന്തായാലും പശു ഉണ്ടല്ലേ? സ്മൃതി നിർത്തി കാണിക്കാന്ന് പറയുന്നത് പേടിയാട്ടോ. ആദ്യമായിട്ടാണ് പുള്ളിക്കാരി നിൽക്കത്തില്ല. അപ്പൊ ഈ പശുവിന്റെ സൈസ് രണ്ടാമത്തെ അല്ലേ? നമുക്ക് രണ്ടാമത്തെയാണ് സഹിവാൾ ക്രോസ് ആണ്. പിന്നെയുള്ള നമ്മൾ നോക്കണേ, താഴെയും 1, 2, 3 തട്ടായിട്ടാണ് നമ്മൾ നിർത്തിയേക്കുന്നത്. ഇതാണ് നമ്മുടെ പശുക്കളും കാര്യങ്ങളെല്ലാം. ഇപ്പൊ നിലവിൽ ഏതൊക്കെ ബ്രീഡാ നമുക്ക് നിലവിലുള്ള? ഞാൻ അധികം കൊണ്ടുവരുന്നത് HF ജേഴ്സി ക്രോസ്, പിന്നെ ഇതുപോലെ സിന്ധി ക്രോസ്, സഹിവാൾ ക്രോസ്, ഗിറിന്റെ ക്രോസ്, ഇങ്ങനെയുള്ള ഇതൊക്കെ ക്രോസ് ബ്രീഡ് ആണ് കൊണ്ടുവരുന്നത്. പിന്നെ ജേഴ്സി HF-ലും ക്രോസ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ പ്യുവർ ജേഴ്സി, പ്യുവർ HF അങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്രയും ഒരു എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിലുള്ള കർഷകർക്ക് ഏറ്റവും കൂടുതൽ സ്മിതയുടെ അടുത്ത് ചോദിച്ചു ഏത് ബ്രീഡിനെ? ഏറ്റവും കൂടുതൽ എന്റെ അടുത്ത് പോകുന്നത് HF ജേഴ്സി ക്രോസ് ആണ്. നമ്മുടെ ക്ലൈമറ്റ് സെറ്റ് ആവുന്നുണ്ട്, പാല് വലിയ കുഴപ്പമില്ല, പിന്നെ നല്ല പശുക്കളാണ്. ഞാനും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് HF ജേഴ്സി ക്രോസ് എടുക്കാൻ തന്നെയാണ്. അത് നമുക്ക് ഏത് ജില്ലക്കാർക്കും വളർത്താൻ പറ്റും, എല്ലാവർക്കും വളർത്താൻ പറ്റും. വേറൊരു കാര്യം ഞാൻ പറയട്ടെ, കാലാവസ്ഥയും ഇതൊന്നും അല്ല, ഞാൻ എന്റെ ഒരു ഇത്രയും കച്ചവടത്തിന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ, ആരോഗ്യമുള്ള പശു ആകുമ്പോൾ ഏത് പശു ആണെങ്കിലും, ഇപ്പൊ HF ആണെങ്കിലും നമ്മൾ നാട്ടിൻപുറത്ത് കൊണ്ടുപോയി വളർത്താണെങ്കിലും ഒരു പ്രശ്നം വരുന്നില്ല. ഇപ്പൊ നമ്മള് ഓടി നടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല. ഇതേ തന്നെ ഒരു 60-70 വയസ്സായ ഒരു അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ഓടി നടക്കുകയാണെന്ന് പറഞ്ഞാൽ അവർക്ക് ക്ഷീണം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് പ്രായം കുറഞ്ഞ പശു ആണെങ്കിലും ഒരു പ്രശ്നവും വരില്ല. HF ആണെങ്കിലും ജേഴ്സി ആണെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ അവിടെ കൃഷ്ണഗിരി പോയിട്ട് കച്ചവട ഫാമിൽ നിന്ന് എടുക്കുകയാണോ അതോ വീടുകളിൽ നിന്ന് എടുക്കുകയാണോ? ഞാൻ വീടുകളിൽ എടുക്കണം. അതുകൊണ്ടുള്ള നമുക്കൊരു പ്രയോജനം എന്താ മെയിനായിട്ട്? വീടുകളൊന്നും ആയതുകൊണ്ട് നമ്മൾ ഇത്രയും കാലം കച്ചവടം നമ്മൾ നടത്തിയതിൽ നമ്മളുടെ ഒരു ഹൈലൈറ്റ് എന്താണ്, നമ്മൾ കാമ്പ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പശുവിന്റെ ആരോഗ്യം ഗ്യാരണ്ടിയാണ്, കാമ്പ് ഗ്യാരണ്ടിയാണ്. അതെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ പശുവിന് എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുപോയി, ഇപ്പൊ 1 ലക്ഷത്തിനോ 1.25 ലക്ഷത്തിനോ 50,000-നോ 60,000-നോ നിങ്ങൾ വാങ്ങിയ പശു നിങ്ങൾ കൊണ്ടുപോയി പ്രസവിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ കറന്നു നോക്കി കാമ്പിന് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഞാൻ ആ പശുവിനെ അങ്ങനെ റിട്ടേൺ എടുത്ത് അവർക്ക് തിരിച്ചു കൊടുക്കുന്നത്. കാരണം എനിക്ക് നഷ്ടം വരാൻ പാടില്ല, നിങ്ങൾക്ക് നഷ്ടം വരാൻ പാടില്ല. ചന്തയിലുള്ള പശുക്കൾ നമുക്ക് യാതൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ചന്തയിൽ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് വേറെ കർഷകർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ സ്മിത ആരെ കൊണ്ട് കൊടുക്കും? ഞാൻ ആരുടെ കൊടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോ നിങ്ങൾ തന്നെ ഡയറക്റ്റ് ചന്തയിലേക്ക് പോയി ഞാൻ ഒരു കാര്യം പറയട്ടെ, ചന്തയിൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഫാൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ ആരോടും നമുക്ക് അവിടെ പോയി പറയാൻ കയർ പിടിച്ചു, തമിഴറിന്റെ ഒരു രീതിയാണ്, കയർ പിടിച്ചു കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു, ഉത്തരവാദിത്വമില്ല. പാല് നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോ ഇവിടെ നിന്ന് തന്നെ 15-20 ലിറ്റർ നിങ്ങൾ ഒരു നേരെ കറന്ന് എന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയാലും അവിടെ ചെന്നൊന്നുമില്ല, ഈ യാത്രയിൽ 2-3 ദിവസം അവർക്ക് ക്ഷീണമുണ്ട്, ഇനി പനി വരാൻ സാധ്യതയുണ്ട്. ഒരു മാസം ആകുമ്പോൾ പശു ഹീറ്റ് കാണിക്കും. ഈ ഹീറ്റ് കാണിക്കുമ്പോൾ ചിലപ്പോൾ 2-3 ദിവസം പാല് കുറയും. ഈ പാല് കയറി വരണമെങ്കിൽ വീണ്ടും 4-5 ദിവസം ഇത് ജീവനുള്ളതാണ്. ഇത് നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ല, കാമ്പ് ഗ്യാരണ്ടി മാത്രം പറ്റത്തില്ല. അപ്പൊ എന്തായാലും പശുവിന്റെ ആരോഗ്യം ഗ്യാരണ്ടിയാണ്, അതുപോലെ തന്നെ കാമ്പ് ഗ്യാരണ്ടിയാണ്. അപ്പൊ നമുക്ക് പല ബ്രീഡിൽപ്പെട്ട പശുക്കൾ, 1ാം കറ, അതുപോലെ തന്നെ 2ാം കറ, അതുപോലെ തന്നെ ഒറ്റ എത്ര മാസം ഗ്യാപ്പ് ഉള്ളപ്പോഴേ പ്രസവിക്കാനുള്ളപ്പോഴേ നിങ്ങൾ മെയിനായിട്ട് കൊണ്ടിരുന്നത്? ഞാൻ ശരിക്ക് 20 ദിവസം 15 ദിവസം മുതൽ 2 മാസം വരെ ടൈം ഉള്ളതൊക്കെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. 2 മാസം ഉള്ളത് കഴിഞ്ഞ കുട്ടികളൊക്കെ നമുക്ക് അധികവും കിട്ടുക 2 മാസം, 1.5 മാസം, 1 മാസം അങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ മിക്കവാറും ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പൊ ഒരു എല്ലാ കർഷകരും ഏകദേശം ഈ ഒരു ഇതിലേക്ക് വന്നു. എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിച്ചു വരുന്നതും 1 മാസം, 1.5 മാസം ഗ്യാപ്പ് ഉള്ള പശുക്കളിനെയാണ് ചോദിച്ചു വരുന്നത്. എന്നാലും 15 ദിവസം ടൈം ഉള്ളതും ഉണ്ടാവാറുണ്ട്. അത് ഞാൻ കൊണ്ടുവരുന്നത് അങ്ങനെയല്ല, ഞാൻ കൊണ്ടുവരുന്നത് 1 മാസമൊക്കെ ടൈം ഉള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു 50-60 എണ്ണം കൊണ്ടുവന്നു വെക്കും. നമ്മുടെ കയ്യിൽ നിന്ന് ഈ 60 എണ്ണം ചെലവായി പോകണമെന്നില്ല. ചിലപ്പോൾ ഒരു 40 എണ്ണം ചെലവാകും, ചിലപ്പോൾ 50 എണ്ണം ചെലവാകുകയാണെങ്കിൽ ചിലപ്പോൾ പഴയത് ഒരു 10 എണ്ണം ആയിരിക്കും പോയിട്ടുണ്ട്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും. അപ്പൊ ചില പശുക്കൾ ഇപ്പൊ ഒരാഴ്ച ഇവിടെ നിൽക്കും, ചിലപ്പോൾ 10 ദിവസം നിൽക്കും, 15 ദിവസം നിൽക്കും. അപ്പൊ നമുക്ക് എല്ലാ ടൈപ്പും ഉണ്ട്. 10 ദിവസം നിന്ന പശുക്കളും ഉണ്ട്, കൊണ്ടുവന്ന് എത്തിയ പശുക്കളും ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് മാറിയിട്ടാണ്. അപ്പൊ ചിലപ്പോൾ അവർക്ക് പ്രസവിക്കേണ്ട ടൈം
ഒരു മാസം ടൈം ഉണ്ടെങ്കിൽ വീണ്ടും 10 ദിവസം ഇവിടെ നിൽക്കുമ്പോൾ വീണ്ടും കുറഞ്ഞില്ല ടൈം. പിന്നെ 20 ദിവസത്തിലാവത്തില്ല. അത് നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ പ്രസവിക്കുന്ന പശുക്കൾ മുതൽ 2 മാസത്തിനുള്ളിൽ വരെ പ്രസവിക്കുന്ന പശുക്കൾ നമ്മുടെ ഉണ്ട്. അത് എല്ലാ ബ്രീഡും ഉണ്ട്. നമ്മുടെ കൃഷ്ണഗിരി പശുക്കൾ മാത്രമല്ലേ ഉള്ളൂ, കൃഷ്ണഗിരി പശുക്കൾ മാത്രമാണ്. പിന്നെ നമുക്ക് കുറച്ച് നാടൻ വെറൈറ്റീസും കാര്യങ്ങളെല്ലാം നാടൻ വെറൈറ്റീസ് ക്രോസ് ബ്രീഡ് സഹിവാള അങ്ങനത്തെ ക്രോസ്. അതെ അതുണ്ട്. പിന്നെ നാടൻ പശുക്കളും നമ്മൾ നോക്കി, പക്ഷെ അതിനൊന്നും വരുന്നില്ല. ആളുകൾ ഫുള്ള് നമ്മൾ സ്മിത എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ശ്രീവിനായക ഫാം എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാവർക്കും കൃഷ്ണഗിരി പശു എന്നൊരു അതെ. അപ്പൊ അതുകൊണ്ട് അത് മാത്രമേ ചോദിച്ചു വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ശ്രീവിനായക ഫാമിന്റെ മലപ്പുറത്ത് വളാഞ്ചേരിയിലുള്ള ഫാമിലാണ്. എല്ലാ ആഴ്ചയും മിക്കവാറും ഉള്ള ദിവസങ്ങളെല്ലാം തന്നെ ലോഡ് വരുന്നുണ്ട്. ഞായറാണ് ഞാൻ ഇവിടെ വരുന്നത്, പക്ഷെ ഇവിടെ എല്ലാ ദിവസവും ഇപ്പൊ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റാഫ് ഉണ്ട്. അപ്പം നിങ്ങൾ സ്മൃതിയിലെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ വിനിച്ചോടെ കാണാം, അല്ലാതെ വീഡിയോ കോൾ ചെയ്തിട്ടാലും നിങ്ങൾക്ക് പശുവിനെ കൊണ്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും വണ്ടികളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. വീഡിയോ നമ്പർ ഉണ്ട്. 10 പശു ആണെങ്കിലും 15 പശു ആണെങ്കിലും ഒക്കെ കൊണ്ടുപോകാനുള്ള വണ്ടികളുണ്ട്. അപ്പോൾ കൂടുതൽ പറയുമ്പോൾ സ്മിതയുടെ ഫാമിന്റെ നമ്പർ ഉണ്ട്, ഒന്ന് ബന്ധപ്പെട്ടുള്ളൂ.